നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളടക്കം ചുട്ടെരിച്ച ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഭീകരരെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നിലപാടുകളെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനുള്ള ദൗത്യത്തിനൊരുങ്ങവേ കേന്ദ്ര സർക്കാരിനെ വിചാരണ ചെയ്ത് വീണ്ടും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഓപ്പറേഷൻ സിന്ദൂറിലും തുടർന്നുണ്ടായ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിലും ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ മാത്രമായിരുന്നു നീക്കമെന്ന് തുടക്കത്തിൽ പാകിസ്ഥാനെ അറിയിച്ചുവെന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി വിമർശനവുമായി രംഗത്ത് വന്നത്. പാകിസ്ഥാനെ ഇന്ത്യൻ നീക്കം അറിയിച്ചത് കുറ്റകരമാണെന്നും രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമമായ എക്സിൽ തന്റെ ഔദ്യോഗിക ഹാൻഡിലിൽ കുറിച്ചു. എന്നാൽ ഭീകര കേന്ദ്രങ്ങളെല്ലാം തകർത്ത ശേഷമാണ് സൈനിക നീക്കമല്ലെന്ന മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകിയതെന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നേരത്തെ വിശദീകരിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പല പ്രതികരണങ്ങളും കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങൾ പാകിസ്ഥാനിലെ മാധ്യമങ്ങളടക്കം ചർച്ചയാക്കിയത് വിവാദമായിരുന്നു. ഇതിനിടെയാണ് വീണ്ടും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അടക്കം സംശയത്തിന്റെ മുനയിൽ നിർത്തി വീണ്ടും രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത്. പഹൽഗാം ആക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, വെടിനിർത്തൽ എന്നിവ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി മോദിക്ക് പ്രത്യേക കത്തെഴുതിയിരുന്നു. എന്നാൽ പാർലമെന്റ് സമ്മേളനമല്ല, മറിച്ച് സർവകക്ഷി സമ്മേളനമാണ് വേണ്ടതെന്ന് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷി നേതാക്കൾ പ്രതികരിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാക് അധീന കശ്മീരിൽ നടന്ന വ്യോമാക്രമണങ്ങൾക്കും ശേഷം സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ആദ്യം അറിയിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കാൻ ധാരണയിലെത്തിയതായി ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കിയത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ വഴിയാണ് വെടിനിർത്തൽ ധാരണയിലെത്തിയതെന്നായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസ്താവന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപേ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയെന്ന് ജയശങ്കർ പറഞ്ഞുവെന്നത് തെറ്റായ വ്യാഖ്യാനമാണെന്നും ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷമുള്ള ഘട്ടത്തിലാണ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയതെന്നും വിദേശകാര്യ മന്ത്രാലയം ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. സൈനിക നടപടി ആരംഭിക്കുന്നതിന് മുൻപേ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ആക്രമണ വിവരം നേരത്തെ തന്നെ പാകിസ്ഥാനെ അറിയിച്ചത് കുറ്റകൃത്യമാണെന്നും ഇതിലൂടെ എത്ര ഇന്ത്യൻ വിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് വ്യക്തമാക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടത്. ഈ പശ്ചാത്തലത്തിലാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. രാഹുലിന്റെ ആരോപണത്തിന് പിന്നാലെ അദ്ദേഹം വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നെന്ന ആരോപണമായി BJP രംഗത്തെത്തി. PIBയുടെ വസ്തുതാ പരിശോധനാ റിപ്പോർട്ട് അടക്കം പങ്കുവച്ചുകൊണ്ടായിരുന്നു BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി രാഹുലിന് മറുപടി നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ ലക്ഷ്യമിടുന്നതിനെ കുറിച്ച് പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിച്ചത് എന്തിനെന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. കേന്ദ്ര സർക്കാർ പാകിസ്ഥാനെ ഇക്കാര്യം നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് എസ് ജയശങ്കർ പരസ്യമായി സമ്മതിച്ചിരുന്നതായി രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇതൊരു കുറ്റകൃത്യമാണെന്നും ആരാണ് ഇതിന് അനുമതി നൽകിയതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് രാഹുൽ ഗാന്ധി എസ് ജയശങ്കറിനെതിരെ രംഗത്തെത്തിയത്. അതേസമയം അതിർത്തി കടന്നുള്ള ഭീകരതയിൽ ഇന്ത്യയുടെ നിലപാട് അവതരിപ്പിക്കാൻ വിദേശത്തേക്ക് അയക്കേണ്ടിയവരുടെ പട്ടികയിൽ ശശി തരൂരിനെ കോൺഗ്രസ് ഉൾപ്പെടുത്തിയതിലും തരൂരിനെ അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നിരുന്നു. ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന സ്വന്തം പാർട്ടിക്കാരെ രാഹുൽ ഗാന്ധി വെറുക്കുന്നുവെന്ന് ആരോപിച്ച് BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി രംഗത്തെത്തി. പാർലമെന്ററി പ്രതിനിധി സംഘം നയിക്കാൻ തെരഞ്ഞെടുത്തതിന് സ്വന്തം പാർട്ടിക്കാരനായ ശശി തരൂരിനെ ജയറാം രമേശ് എതിർക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവരെ പോലും രാഹുൽ ഗാന്ധി എന്തിനാണ് വെറുക്കുന്നതെന്നാണ് പ്രദീപ് ഭണ്ഡാരി ചോദിച്ചത്. വിദേശത്തേക്ക് അയക്കേണ്ട പ്രതിനിധി സംഘത്തിലേക്ക് 4 MP പേരുകൾ സമർപ്പിക്കാൻ കോൺഗ്രസിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസ് സമർപ്പിച്ച പേരുകളിൽ തരൂരുണ്ടായിരുന്നില്ല. മുൻ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ MP, രാജ ബ്രാർ MP എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് നൽകിയത്. എന്നാൽ പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുകയും ചെയ്തു.
തങ്ങൾ നൽകിയ പട്ടികയിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ലെന്ന് ജയറാം രമേശ് തന്നെ ഇന്ന് വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം ബഹുമതിയായി കാണുന്നെന്നാണ് ശശി തരൂർ പ്രതികരിച്ചത്. നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളിൽ ശശി തരൂരിന് കോൺഗ്രസ് നേതൃത്വം ശക്തമായ താക്കീത് നൽകിയിരുന്നു. പാർട്ടി നിലപാടിന് വിരുദ്ധമായ അഭിപ്രായത്തിന്റെ പേരിലായിരുന്നു താക്കീത്. തരൂർ ലക്ഷ്മണ രേഖ കടന്നുവെന്ന് പ്രവർത്തക സമിതി യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു. 7 സംഘങ്ങളെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ അയക്കുന്നത്. US, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ജപ്പാൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാണ് പാകിസ്ഥാനെ തുറന്നുകാട്ടാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര പരിപാടി. 7-ൽ 3 സംഘങ്ങളെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളാണ് നയിക്കുന്നത്. ഓരോ പാർട്ടികളോട് പ്രതിനിധി സംഘത്തിലേക്ക് പേരുകൾ നിർദ്ദേശിക്കാൻ ദൗത്യത്തിന്റെ ഏകോപന ചുമതലയുള്ള മന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ശശി തരൂരിനെ ഒഴിവാക്കിയാണ് പട്ടിക നൽകിയത്. രാഹുൽ ഗാന്ധി നൽകിയ പട്ടികയിൽ മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ, എംപിമാരായ ഗൗരവ് ഗൊഗോയ്, നാസിർ ഹുസൈൻ, രാജ്ബറർ എന്നിവരെയാണ് നിർദ്ദേശിച്ചത്. ശശി തരൂർ പാർട്ടിയുടെ ചോയ്സ് അല്ലെന്ന് വ്യക്തമാക്കി രാഹുൽ ഗാന്ധി നൽകിയ പട്ടികയിലെ വിവരങ്ങൾ പാർട്ടി വക്താവ് ജയറാം രമേശ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പേരുകളൊന്നും കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ല. പകരം ശശി തരൂരിനെ ഉൾപ്പെടുത്തി US, UK എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തിന്റെ തലവനായാണ് ശശി തരൂരിനെ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഉൾപ്പെടുത്തിയത്. അതിനിടെ തുർക്കിയുടെ പ്രവൃത്തികളും ചർച്ചയാകുന്നു. വലിയ യുദ്ധക്കളികൾ കളിക്കുകയും അമേരിക്കയുടെ രഹസ്യ അജണ്ടകൾ നടപ്പാക്കുകയും ചെയ്യുന്ന ഏകാധിപതിയായ നേതാവാണ് തുർക്കിയുടെ എർദോഗാൻ. ഇന്തോ പാക് സംഘർഷത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നും കോടികളുടെ ബിസിനസ് നഷ്ടമായിട്ടും പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കുമെന്ന നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എർദോഗാൻ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് തുർക്കിയെ ബഹിഷ്കരിക്കുക എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ശക്തമായത്. ഇന്ത്യയിലേക്കുള്ള ആപ്പിൾ ഇറക്കുമതി നിരോധനം, മാർബിൾ ഇറക്കുമതി നിരോധനം, ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ബിസിനസ്സിലേർപ്പെട്ട സെലബി എന്ന തുർക്കി കമ്പനി ഒഴിവാക്കൽ തുടങ്ങി ഏകദേശം $284 കോടി ബിസിനസ് നഷ്ടമാണ് തുർക്കിക്കുണ്ടായത്. എന്നിട്ടും തുർക്കിയുടെ ഏകാധിപതിയായ എർദോഗാൻ എന്ന യുദ്ധക്കൊതിയിൽ അല്പം പോലും കുലുക്കമില്ല.